എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ പറയത്തില്ലേ, ഈ ചതിയിൽ വീഴരുത്. ചതിയിൽ വീഴുക എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഫോൾ ഫോർ ദ ട്രിക്ക് എന്നാണ് പറയുന്നത്. ഫോൾ ഫോർ ദ ട്രിക്ക്. ട്രിക്ക് എന്ന് പറഞ്ഞാൽ തന്ത്രം, ചതി എന്നൊക്കെയുള്ള മീനിങ് ആണ്. സോ ഈ ചതിയിൽ വീഴരുത് എന്നെങ്ങനെ പറയും? ഡോണ്ട് ഫോൾ ഫോർ ദിസ് ട്രിക്ക്. ഡോണ്ട് ഫോൾ ഫോർ ദിസ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഈ ചതിയിൽ വീഴരുത് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, മറ്റുള്ളവരെ അവജ്ഞയോടെ നോക്കരുത്. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെക്കാളിലും വലിയവരാണ് അല്ലെങ്കിൽ മികച്ചവരാണ് എന്ന് ചിന്തിക്കരുത് എന്നൊക്കെ പറയണമെങ്കിൽ ഡോണ്ട് ലുക്ക് ഡൗൺ ഓൺ അതേഴ്സ് എന്ന് പറയാം. ഡോണ്ട് ലുക്ക് ഡൗൺ ഓൺ അതേഴ്സ്. ലുക്ക് ഡൗൺ ഓൺ അതേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെക്കാളിലും വലിയവരാണ് അല്ലെങ്കിൽ മികച്ചവരാണ് എന്ന് ചിന്തിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനാണ് ഡോണ്ട് ലുക്ക് ഡൗൺ ഓൺ അതേഴ്സ്. ഇനി അടുത്തത്, ഞാൻ തനിയെ പൊക്കോളാം എന്ന് പറയണം. തനിയെ എന്ന് പറയാൻ വേണ്ടിയിട്ട് എലോൺ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. സോ ഐ വിൽ ഗോ എലോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്നുള്ള മീനിങ് ആണ്. ഐ വിൽ ഗോ എലോൺ. ഐ വിൽ ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പോകാം. സോ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറയാനാണ് ഐ വിൽ ഗോ എലോൺ. ഇനി ഇത് തന്നെ ഐ വിൽ ഗോ ബൈ മൈസെൽഫ് എന്നും പറയാം. ഐ വിൽ ഗോ ബൈ മൈസെൽഫ്. ബൈ മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്, വേറെ ആരെയും കൂട്ടാതെ എന്നുള്ള മീനിങ് ആണ്. സോ ഐ വിൽ ഗോ എലോൺ അല്ലെങ്കിൽ ഐ വിൽ ഗോ ബൈ മൈസെൽഫ്. ഇനി അടുത്തത്, എൻ്റെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിപ്പോയി എന്ന് പറയണം. കണക്ക് കൂട്ടലുകൾ എന്നെങ്ങനെയാണ് പറയുന്നത്? കാൽക്കുലേഷൻസ്. സോ ഓൾ മൈ കാൽക്കുലേഷൻസ് വെൻറ്റ് റോങ് എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിപ്പോയി എന്നാണ്. ഓൾ മൈ കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ കണക്ക് കൂട്ടലുകളും, വെൻറ്റ് റോങ് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി എന്നാണ് മീനിങ്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ പറയും? എൻ്റെ കണക്ക് കൂട്ടലുകൾ ഒരിക്കലും തെറ്റില്ല. മൈ കാൽക്കുലേഷൻസ് will never go wrong. My calculations will never go wrong. Never എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നാണ്. Will never go wrong എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റില്ല എന്നാണ്. My calculations will never go wrong. ഇനി നമ്മൾ പരിചയമില്ലാത്തവരെ നമ്മുടെ സ്ഥലത്ത് വെച്ചൊക്കെ കാണുമ്പോൾ നീ ഇവിടെ പുതിയതായിട്ടാണോ എന്ന് ചോദിക്കത്തില്ലേ? അതെങ്ങനെ ചോദിക്കും? അല്ലെങ്കിൽ നീ ഇവിടെ ആദ്യമായിട്ടാണോ? അതെങ്ങനെ ചോദിക്കും? Is this your first time here? Is this your first time here? First time here എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ട് എന്നുള്ള മീനിങ് ആണ്. സോ ഈസ് ദിസ് യുവർ ഫസ്റ്റ് ടൈം ഹിയർ എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണോ നീ ഇവിടെ എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്, അതിന് തീർച്ചയായിട്ടും സമയമെടുക്കും എന്ന് പറയണം. തീർച്ചയായും എന്ന് പറയാൻ ഡെഫിനറ്റ്ലി എന്ന് പറയാം. സോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ടൈം എന്ന് പറഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും സമയമെടുക്കും എന്നാണ്. ടേക്ക് ടൈം എന്ന് പറഞ്ഞാൽ സമയമെടുക്കും എന്നുള്ള മീനിങ് ആണ്. സോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ടൈം എന്ന് പറഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും സമയമെടുക്കും എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്, നിനക്കത് അറിയില്ലേ എന്ന് ചോദിക്കണം. അറിയുക എന്ന് പറയുന്നത് നോ എന്നാണ്. നമുക്കറിയാം ഡു യു നോ ദാറ്റ് എന്ന് ചോദിച്ചാൽ നിനക്കത് അറിയാമോ? ഡു യു നോ ദാറ്റ്, നിനക്കത് അറിയാമോ? നിനക്കത് അറിയില്ലേ എന്ന് ചോദിക്കാൻ ഡു മാറ്റി ഡോണ്ട് ആക്കണം. ഡോണ്ട് യു നോ ദാറ്റ് എന്ന് പറഞ്ഞാൽ നിനക്കത് അറിയില്ലേ എന്നാണ് മീനിങ്. ഡോണ്ട് യു നോ ദാറ്റ്. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ എത്തിയെന്ന് വെച്ചോ. അപ്പം നമ്മൾ ചോദിക്കത്തില്ലേ, ഞാൻ ഒരുപാട് നേരത്തെ ആണോ? അതെങ്ങനെ ചോദിക്കും? am I too early? am I too early? too early എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരത്തെ എന്നുള്ള മീനിങ് ആണ്. സോ am I too early എന്ന് ചോദിച്ചാൽ ഞാൻ ഒരുപാട് നേരത്തെ ആണോ എന്നാണ് മീനിങ്. ഇനി നമ്മളിപ്പോൾ ഒരു ക്യൂ നിൽക്കുവാണ്. അപ്പം നമ്മൾ പറയത്തില്ലേ, ക്യൂ ഒരു ഇഞ്ച് പോലും നീങ്ങിയില്ല. അതെങ്ങനെയാണ് പറയുന്നത്? the queue didn't budge an inch. the queue didn't budge an inch. ബഡ്ജ് എന്ന് പറഞ്ഞാൽ മൂവ് എന്നുള്ള മീനിങ് ആണ്, നീങ്ങുക എന്നുള്ള മീനിങ് ആണ്. സോ ക്യൂ ഒരു ഇഞ്ച് പോലും, ആൻ ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ച് പോലും നീങ്ങിയില്ല എന്ന് പറയാനാണ് ദ ക്യൂ ഡിഡൻറ്റ് ബഡ്ജ് ആൻ ഇഞ്ച്. പിന്നെ നമ്മൾ പറയത്തില്ലേ, എനിക്കറിയാമായിരുന്നു ഈ ദിവസം വരുമെന്ന്. അതെങ്ങനെ പറയും? എനിക്കറിയാമായിരുന്നു എന്ന് പറയാൻ ഐ ന്യൂ. ഈ ദിവസം വരുമെന്ന് എന്ന് പറയാൻ ദിസ് ഡേ വുഡ് കം.
ഐ ന്യൂ ദിസ് ഡേ വുഡ് കം. അതായത് എനിക്കറിയാമായിരുന്നു ഈ ദിവസം വരുമെന്ന്. ഐ ന്യൂ ദിസ് ഡേ വുഡ് കം. നോ എന്ന് പറഞ്ഞാൽ അറിയുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ന്യൂ. ഇനി അടുത്തത്, ഞാൻ കുട്ടികളെ ഉറക്കാൻ കിടത്തിയതിന് ശേഷം നിന്നെ വിളിക്കാം എന്ന് പറയണം. അതെങ്ങനെ പറയും? നിന്നെ വിളിക്കാം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ വിൽ ഗീവ് യു എ കോൾ. ഐ വിൽ ഗീവ് യു എ കോൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വിളിക്കാം എന്നാണ്. അല്ലെങ്കിൽ ഐ വിൽ കോൾ യു എന്നും പറയാം. ഇനി കുട്ടികളെ ഉറക്കാൻ കിടത്തുക എന്ന് പറയുന്നത് പുട്ട് ദ കിഡ്സ് ടു ബെഡ് എന്നാണ്. സോ ഐ വിൽ ഗീവ് യു എ കോൾ ആഫ്റ്റർ ഐ പുട്ട് ദ കിഡ്സ് ടു ബെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടികളെ ഉറക്കാൻ കിടത്തിയതിന് ശേഷം നിന്നെ വിളിക്കാം എന്നുള്ള മീനിങ് ആണ്. ഐ വിൽ ഗീവ് യു എ കോൾ ആഫ്റ്റർ ഐ പുട്ട് ദ കിഡ്സ് ടു ബെഡ്. ഇനി അടുത്തത്, അത് കേട്ട് എനിക്ക് രോമാഞ്ചം വന്നു എന്ന് പറയണം. രോമാഞ്ചം എന്ന് പറയുന്നത് ഗൂസ് ബംസ് എന്നാണ്. അപ്പോൾ എനിക്ക് രോമാഞ്ചം വന്നു എന്നെങ്ങനെ പറയും? ഐ ഗോട്ട് ഗൂസ് ബംസ്. അത് കേട്ട് എന്ന് പറയാൻ ഹിയറിങ് ഇറ്റ്. ഹിയർ എന്ന് പറഞ്ഞാൽ കേൾക്കുക. സോ ഹിയറിങ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് കേട്ട് എന്നുള്ള മീനിങ് ആണ്. സോ അത് കേട്ട് എനിക്ക് രോമാഞ്ചം വന്നു എന്നെങ്ങനെ പറയും? ഐ ഗോട്ട് ഗൂസ് ബംസ് ഹിയറിങ് ഇറ്റ്. അടുത്തത്, ഇനിയും ഇവിടെ നിന്നിട്ട്, അതായത് ഇവിടെ നിൽക്കുന്നത് കാര്യമില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? There is no point in staying any longer. There is no point in staying any longer. Any longer എന്ന് പറഞ്ഞാൽ ഇനിയും എന്നുള്ള മീനിങ് ആണ്. There is no point എന്ന് പറഞ്ഞാൽ കാര്യമില്ല എന്നുള്ള മീനിങ് ആണ്. സോ ഇനിയും ഇവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല എന്ന് പറയാനാണ് there is no point in staying any longer. ഇനി അടുത്തത്, അവൻ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നതിൽ വളരെ മിടുക്കനാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? He is very good at making friends. He is very good at making friends. Making friends എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കുക എന്നുള്ള മീനിങ് ആണ്. He is very good at എന്ന് പറഞ്ഞാൽ വളരെ മിടുക്കനാണ് എന്നുള്ള മീനിങ് ആണ്. He is very good at making friends. ഇനി അടുത്തത്, അവൾ ഒരിക്കലും മേക്കപ്പ് ഇടാറില്ല എന്ന് പറയണം. മേക്കപ്പ് ഇടുക എന്ന് പറയുന്നത് വെയർ മേക്കപ്പ് എന്നാണ്. അപ്പോൾ ഒരിക്കലും എന്ന് പറയാൻ നെവർ. ഷീ നെവർ വെയേഴ്സ് മേക്കപ്പ്. ഷീ നെവർ വെയേഴ്സ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അവൾ ഒരിക്കലും മേക്കപ്പ് ഇടാറില്ല എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അവർ വർഷങ്ങളായി പരസ്പരം കണ്ടിട്ടില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? They haven't seen each other for years. They haven't seen each other for years. They haven't seen each other എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം കണ്ടിട്ടില്ല എന്നുള്ള മീനിങ് ആണ്. ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ പരസ്പരം. സോ അവർ പരസ്പരം കണ്ടിട്ടില്ല എന്ന് പറയാനാണ് they haven't seen each other എന്ന് പറഞ്ഞത്. for years എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് എന്നുള്ള മീനിങ് ആണ്. they haven't seen each other for years. ഇനി അടുത്തത്, ഞങ്ങളിപ്പോൾ വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത് എന്ന് പറയണം. വേർപിരിഞ്ഞ് ജീവിക്കുക എന്ന് പറയുന്നതിന് ലിവിങ് അപ്പാർട്ട് എന്നാണ് പറയുന്നത്. ലീവ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക, അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ വേറിട്ട്. സോ വേർപിരിഞ്ഞ് ജീവിക്കുക എന്ന് പറയാൻ ലിവിങ് അപ്പാർട്ട്. സോ ഞങ്ങളിപ്പോൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് എന്നെങ്ങനെ പറയും? വി ആർ ലിവിങ് അപ്പാർട്ട് നൗ. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. വി ആർ ലിവിങ് അപ്പാർട്ട് നൗ. ഇനി അടുത്തത്, ഈ വിഷയത്തിൽ ഇടപെടരുത് എന്ന് പറയണം. ഇടപെടുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻ്റർഫിയർ. അപ്പോൾ ഇടപെടരുത് എന്നെങ്ങനെ പറയും? ഡോണ്ട് ഇൻ്റർഫിയർ. ഈ വിഷയത്തിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻ ദിസ് മാറ്റർ. സോ ഡോണ്ട് ഇൻ്റർഫിയർ ഇൻ ദിസ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഇടപെടരുത് എന്നാണ് മീനിങ്. പിന്നെ നമ്മൾ എന്തെങ്കിലും പറയുമ്പം അതിന് ഞാനുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ഇറ്റ് ഹാസ് നത്തിങ് ടു ഡൂ വിത്ത് മീ. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡൂ വിത്ത് മീ എന്ന് പറഞ്ഞാൽ അതിന് ഞാനുമായി ബന്ധമില്ല അല്ലെങ്കിൽ അതിന് എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ള മീനിങ് ആണ്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡൂ വിത്ത് മീ. ഇനി കുട്ടികൾ എന്തിനെങ്കിലും വേണ്ടി വഴക്ക് പിടിക്കുവാന്ന് വെച്ചാൽ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു, അപ്പം ഞാൻ തീർച്ചയായിട്ടും നിനക്കൊരെണ്ണം തരാം അല്ലെങ്കിൽ നിനക്കൊരെണ്ണം വാങ്ങിത്തരാം എന്നൊക്കെ പറയണമെങ്കിൽ എങ്ങനെ പറയും? ഐ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് യു വൺ. ഐ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് യു വൺ. ഗെറ്റ് യു വൺ എന്ന് പറഞ്ഞാൽ നിനക്കൊരെണ്ണം തരാം അല്ലെങ്കിൽ വാങ്ങിത്തരാം എന്നുള്ള മീനിങ് ആണ്. ഡെഫിനറ്റ്ലി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും. സോ ഐ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് യു വൺ എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും നിനക്കൊരെണ്ണം തരാം എന്നുള്ള മീനിങ് ആണ്.
സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ് ആണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.